Hi everyone, welcome back. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അബ്നോർമൽ ഗെയിൻ എന്താണ്, അതുപോലെ തന്നെ അബ്നോർമൽ ഗെയിനിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് നമ്മുടെ പ്രോസസ് അക്കൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കുക. ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് നിഷാദ്. ഞാൻ ക്രിസ്റ്റ്യൻ വാലി കോളേജ് പൂക്കുളത്തൂരിൽ കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നേരെ കണ്ടന്റിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് നമ്മൾ ഓൾറെഡി 3 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തമ്മിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, 4ാമത്തെ വീഡിയോ ആണത്. പ്രോസസ് അക്കൗണ്ടിങ്ങിന്റെ എലമെന്ററി ക്വസ്റ്റ്യൻ ചെയ്തു, ശേഷം നോർമൽ ലോസ് വിത്ത് ആൻഡ് വിത്തൗട്ട് സ്ക്രാപ്പ് വാല്യൂ ചെയ്തു, അബ്നോർമൽ ലോസും ചെയ്തു. ഇനി ഇതിലുള്ളത് അബ്നോർമൽ ഗെയിൻ ആണ്. ഓക്കെ, അപ്പോൾ ഇനി അബ്നോർമൽ ഗെയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഗെയിൻ എന്ന് പറയുമ്പോൾ ലോസ് ഇല്ലാത്ത അവസ്ഥ ഗെയിൻ നിങ്ങൾ പറയും, മനസ്സിലാക്കരുത്. അത് ആദ്യം മനസ്സിലാക്കുക. 100 യൂണിറ്റ് ഇൻപുട്ട് കൊടുത്തിട്ട് 110 യൂണിറ്റ് കിട്ടുമ്പോഴാണ് ഗെയിൻ എന്ന് ചിന്തിക്കരുത്. ഓക്കെ, അപ്പൊ പിന്നെ എന്താണ് ഗെയിൻ? അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് 900 ആണ്. പക്ഷേ നമുക്ക് ആക്ച്വൽ ഔട്ട്പുട്ട് കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 950 ആണ്. ഇത് പറയുമ്പോൾ നേരത്തെ ഞാൻ 100ൽ 110 കിട്ടി എന്ന് പറയുന്നത് പോലെ ആയോ? അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നമുക്ക് ആദ്യം നമ്മളെ കാര്യം ഒന്നും കൂടെ മനസ്സിലാക്കാം. അതായത് ഞാൻ കൊടുത്ത ഇൻപുട്ട് 1000 യൂണിറ്റ് ആണ്. ഈ 1000 യൂണിറ്റ് ഞാൻ കൊടുത്തപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട് എത്രയാണ്? 900 ആണ്. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 950 ആണ്. അപ്പൊ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എന്താണ്? ആക്ച്വൽ ഔട്ട്പുട്ട് കൂടുതലാണ്. മോർ ദാൻ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടിനെക്കാളും കൂടുതലാണ് എന്ത്? ആക്ച്വൽ ഔട്ട്പുട്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ വരുന്നതാണ് എന്ത്? അബ്നോർമൽ ഗെയിൻ. ഇനി മറ്റൊരു രീതിയിൽ ചിന്തിക്കുക. നോർമൽ ലോസിനെക്കാളും കുറവാവുക എന്ത്? ആക്ച്വൽ ലോസ്. നമ്മൾ നോർമലി പ്രതീക്ഷിക്കുന്ന ലോസ് എത്ര? 100 യൂണിറ്റ് ആണ്. പക്ഷെ ആക്ച്വൽ ലോസ് എത്ര? 50 വന്നിട്ടുള്ളൂ. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ടുള്ള 50 ആണ് എന്ത്? അബ്നോർമൽ ഗെയിൻ. ഈ രണ്ട് രീതിയിലും നമുക്കിതിനെ പറയാം. എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടിനെക്കാളും ആക്ച്വൽ ഔട്ട്പുട്ട് കിട്ടിയാൽ അതെന്താണ്? ആ ഡിഫറൻസ് എന്താണ്? അബ്നോർമൽ ഗെയിൻ ആണ്. ഇനി ലോസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അത്ര ലോസ് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ ഡിഫറൻസ്, ആക്ച്വൽ ലോസും എക്സ്പെക്റ്റഡ് ലോസും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, അത് കൂടുതലാണല്ലോ. ഏതില്? ലോസ് കുറവാണല്ലോ. അങ്ങനെ വരുമ്പം അതെന്താണ്? അബ്നോർമൽ ഗെയിൻ ആണ് ആ ഡിഫറൻസ്. ഓക്കെ, അപ്പം അബ്നോർമൽ പ്രോസസ് ഗെയിൻ എന്താണെന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള നോർമൽ ഫിഗറിനെക്കാളും കുറവ് ആകാൻ സാധ്യത ഉണ്ട്. എന്ത്? നമ്മുടെ ലോസ് അണ്ടർ പ്രോസസ് ഇസ് ലെസ് ദാൻ ആന്റിസിപ്പേറ്റഡ് ലോസ്. ഇങ്ങനെ തരാൻ സാധ്യതയുണ്ട്. അതായത് ആക്ച്വൽ പ്രൊഡക്ഷൻ എക്സീഡ്സ് എക്സ്പെക്റ്റഡ് ഫിഗർ. ഇത് രണ്ടും നമ്മൾ പറഞ്ഞു. ആക്ച്വൽ പ്രൊഡക്ഷൻ എന്ത് ചെയ്തു? എക്സ്പെക്റ്റഡ് പ്രൊഡക്ഷനേക്കാളും കൂടി. ഇങ്ങനെ വരുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് എക്സ്പെക്റ്റഡ് ലോസ്, അല്ലെങ്കിൽ ഓർ ആക്ച്വൽ ആൻഡ് എക്സ്പെക്റ്റഡ് പ്രൊഡക്ഷൻ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്നോർമൽ ഗെയിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി ട്രീറ്റ്മെന്റ് ഓഫ് അബ്നോർമൽ, ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ പ്രോസസ് അക്കൗണ്ട് ഓഫ് അബ്നോർമൽ റേസ് എന്ത് ചെയ്യാം? ഡെബിറ്റ് സൈഡിലാണ് കൊണ്ടുവരിക. അബ്നോർമൽ ഗെയിനിന്റെ വാല്യൂ എവിടെ കൊണ്ടുവരിക? ഡെബിറ്റ് സൈഡിലാണ് വരിക. പിന്നെ അബ്നോർമൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ പോകും. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ള ഫിഗർ എങ്ങനെയാണ് ചെയ്യാന്ന് നോക്കാം. അതായത് 1000 യൂണിറ്റ് നമുക്ക് എന്തുണ്ട്? ഇൻപുട്ട് ഉണ്ട്. ഓക്കെ, നമുക്ക് നോർമൽ ലോസ്, നമ്മുടെ അഭിപ്രായം അനുസരിച്ച് 100 യൂണിറ്റ് നോർമൽ ലോസ് വരണം. നമുക്ക് പ്രോസസ് 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര യൂണിറ്റ് കിട്ടിയിട്ടുണ്ട്? 950 യൂണിറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലെ? 950 യൂണിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എത്ര വരുന്നത്? 1050 ആണ്. ഇവിടെ എത്രയേ ഉള്ളൂ? 1000 ഉള്ളൂ. അപ്പൊ ഇവിടെ ഒരു 50 നമ്മൾ സ്വാഭാവികമായിട്ട് എഴുതണം. ഇതിനെയാണ് അബ്നോർമൽ ഗെയിൻ എന്ന് വിളിക്കുക. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ആദ്യം എന്ത് കംപ്ലീറ്റ് ചെയ്യണം? എമൗണ്ടിന്റെ കോളമല്ല, ക്വാണ്ടിറ്റി കോളം കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, ഞാൻ വീണ്ടും വായിക്കുന്നില്ല.
40,000 ആണ് മെറ്റീരിയലിന്റെ വാല്യൂ, വേജസ് 30,000, മാനുഫാക്ചറിങ് 97,000. ആന്റിസിപ്പേറ്റ് ചെയ്തത് എത്രയാണ്? 5% ആണ്. ആക്ച്വലി നമുക്ക് കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ട് എത്രയാണ്? 4,850 ആണ്. അതുപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഒന്നും നമുക്കില്ല. അതുപോലെ തന്നെ റോ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തത് 500 ആണ്. റിയലൈസബിൾ വാല്യൂ 2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു ക്വാണ്ടിറ്റി കോളം എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാനിവിടെ സെറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ആൻസറിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നോക്കാം. ഇൻപുട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5,000 ആണ് ഇൻപുട്ട്. ഇവിടെ നമുക്ക് നോർമൽ ലോസ് എത്ര വരണം? 250 വരണം. ആക്ച്വലി നമുക്ക് എത്രയാണ് ഇൻപുട്ട് കിട്ടിയിട്ടുള്ളത്? പ്രോസസ് 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കിട്ടിയിട്ടുള്ളത് 4,850 ആണ്. അപ്പൊ ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും? ഇവിടെ 5,000 അല്ലേ, 100 വരൂലേ? 5,100 വരൂലേ? ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. 5,000ഉം ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. ഡിഫറൻസ് ഇവിടെ 100 യൂണിറ്റ് എന്തുണ്ട്? അധികമുണ്ട്. 5,000 100 വരുന്നിടത്ത് 100 യൂണിറ്റ് എന്താണ്? അധികമാണ്. ഇവിടെ 5,000 വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് സെറ്റ് ചെയ്യാനുള്ളത്. നോക്കാം നമുക്ക്. ഇതാ കാണുന്നില്ലേ? യൂണിറ്റ് കോളം സെറ്റ് അല്ലേ? യൂണിറ്റ് കോളം റെഡി അല്ലേ? ഇവിടെയും റെഡി അല്ലേ? റെഡി അല്ലേ? ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇനി നമ്മുടെ ഈ എമൗണ്ട് കോളം നമ്മൾ തീരുമാനിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതാണ് ഞാനിപ്പോൾ ഇത് വായിച്ചിട്ടുള്ളത്. നോക്കാം. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുണ്ട്, ഇതും കിട്ടിയിട്ടുണ്ട്, ഇതും കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം ഒരു യൂണിറ്റിന് 2 രൂപ വെച്ചിട്ട് കിട്ടിയതാണ് 500. അപ്പൊ ഇനിയാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ. ടോട്ടൽ കോസ്റ്റ് എത്ര വരും? 97,000 വരും. 97,000 500 കുറക്കുക. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അതിൽ നിന്നും നമ്മൾ യൂണിറ്റ് ഇൻപുട്ട് എത്ര ഉണ്ട്? 5,000 ഉണ്ട്. അത് നോർമൽ ലോസ്. ആക്ച്വലി നോർമൽ ലോസ് എത്ര ഇല്ലെങ്കിലും നോർമൽ ലോസ് തന്നെ നമ്മൾ കുറക്കണം. അപ്പൊ 96,500 ഡിവൈഡഡ് ബൈ 4,750 വരും. ഓക്കെ, അപ്പം ഇതിലാണ് ഇനി വർക്ക് ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ 4,850 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോസസ് 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന്റെ കോസ്റ്റ് കിട്ടും. അതേപോലെ തന്നെ 96,500 ഡിവൈഡ് ബൈ 4,750 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ എന്തിന്റെ യൂണിറ്റും കിട്ടും? അബ്നോർമൽ ഗെയിനിന്റെ വാല്യൂവും കിട്ടും. അങ്ങനെയാണ് ഈ വാല്യൂ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഈ കാൽക്കുലേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഇതാ സെയിം ഏരിയ ഇത് അവിടെ കാണുന്നില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. ഇനി പ്രോസസ് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടും കൂടെ കാണും. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ശ്രദ്ധിക്കുക. അബ്നോർമൽ ഗെയിന് പ്രോസസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലായിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് ആദ്യം പ്രോസസ് 1 അക്കൗണ്ട് 100 യൂണിറ്റ് കൊണ്ടുവന്നു. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ആക്ച്വലി ഇത്ര ഗെയിന് നമുക്കുണ്ടോ എന്ന് നോക്കൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് നോർമൽ ലോസിൽ അനാവശ്യമായിട്ട് ഒരു 100 യൂണിറ്റിന് നമ്മൾ 100 രൂപ ഇല്ലാത്ത സ്ക്രാപ്പ് വിറ്റാൽ 200 നമുക്ക് കിട്ടുമോ? കിട്ടൂല. അപ്പൊ നമ്മള് സ്ക്രാപ്പ് വിറ്റിട്ട് ഒരു 200 എക്സ്ട്രാ കിട്ടിയതായിട്ട് നോർമൽ ലോസിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് എത്ര യഥാർത്ഥത്തിൽ നോർമൽ ലോസിന്റെ അത്ര ലോസ് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. 150 നമുക്ക് ലോസ് വന്നിട്ടുള്ളൂ. പക്ഷെ നമ്മൾ 250 എന്ത് ചെയ്തിട്ടുണ്ട്? കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്താ 250 കാണിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് നമുക്ക് എത്ര ലോസ് വന്നേ? 5,000 യൂണിറ്റ് എടുത്തിട്ട് 4,850 യൂണിറ്റ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. 150 ലോസ് വന്നിട്ടുള്ളൂ. അപ്പൊ സ്ക്രാപ്പ് വിൽക്കാൻ എത്രേ കിട്ടുന്നുള്ളൂ? ഈ 150 കിട്ടുന്നുള്ളൂ. പക്ഷെ നമ്മൾ 250 ഇൻറ്റു 2 ചെയ്തിട്ടുണ്ട്. അതായത് അബ്നോർമൽ ഗെയിനിന്റെ ഇതും കൂടെ വന്നിട്ടുണ്ട്. ആ 200 രൂപ അബ്നോർമൽ ഗെയിനിൽ നിന്ന് എടുത്ത് ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് സൈഡിൽ ഈ എമൗണ്ട് കൊണ്ടുവന്നു. ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ എങ്ങോട്ട് പോകാൻ പാടുള്ളൂ? കോസ്റ്റിംഗ് പേ ആൻഡിലേക്ക് പോവാൻ പാടുള്ളൂ. അത്രേ ഉള്ളൂ ഇതിൽ. ഇതിന് ഫൈനൽ ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ടാലി ആയിട്ട് പോകും. ഓക്കെ, ഇതെങ്ങനെ കിട്ടി? ഇതൊന്നുമില്ല, 2032 മൈനസ് 200 ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതെന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? 3 പ്രോസസ്സുകൾ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ അടുത്തൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം. ഇപ്പൊ എത്ര മിനിറ്റ് ആയി? 9-10 മിനിറ്റ് ആയില്ലേ? ചെറിയ ചെറിയ വീഡിയോകളാണ് എപ്പോഴും നല്ലത്. അപ്പൊ തൽക്കാലം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക.
ഓക്കെ മനസ്സിലാവുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ താങ്ക് യു.